കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകനെതിരായിട്ട് പെൺകുട്ടികളുടെ പരാതി. പലരെയും പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. ഈ മനു എന്ന പരിശീലകന് ഇപ്പോൾ എതിരായി പോലീസ് ഏകദേശം 6 കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഈ പരിശീലകൻ്റെ പീഡന കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. ഈ കുട്ടികളെ പീഡിപ്പിച്ചതും അവരെ പരാതിയായതും ഈ വിവരങ്ങളൊന്നും അവരാരും അറിയുന്നില്ല. മനു എന്ന ഈ പരിശീലകന് എതിരായിട്ട് 2022 ഒരു കുട്ടി ഇതുപോലെ ചൈൽഡ് ലൈനിൽ പരാതിപ്പെടുകയുണ്ടായി. തന്നെ പീഡിപ്പിച്ചു എന്നാണ് ചൈൽഡ് ലൈനിൽ ആ പെൺകുട്ടി കൊടുത്ത പരാതി. 2022 ഉണ്ടായ ഈ സംഭവത്തിന് അന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം മനു ഹൈക്കോടതിയിൽ ജാമ്യം എടുത്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ മാറ്റി നിർത്തി. പിന്നീട് ഇയാളെ തിരിച്ചെടുത്തു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് എടുക്കുകയും പിന്നീട് ആ കേസ് കുറ്റക്കാരനല്ല എന്ന് വിധിക്കുകയും ചെയ്തെങ്കിലും ആഭ്യന്തര അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരുന്നു. ഒരു മിസ്കോണ്ടക്റ്റ് ഉള്ള ഒരു പരിശീലകനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നീട് നിയമിക്കാൻ പാടില്ല. വെറുതെ ഒരു ആരോപണമായിരുന്നില്ല 2022 ഒരു പെൺകുട്ടി ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കാൻ കാരണം. 2022 പരാതി കൊടുത്തപ്പം മനുവിൻ്റെ ഒപ്പം നിന്ന ചില മാതാപിതാക്കളുണ്ട്. അത് തെറ്റാണ്, മനു നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് മനുവിനൊപ്പം നിന്നതിൽ ഒരാളുടെ മകളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഒരാളിപ്പം അതിശക്തമായിട്ട് രംഗത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6ഓളം കേസുകളെടുത്തു. വീണ്ടും കേസുകൾ വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ കഴിഞ്ഞ 2022 ഈ സംഭവത്തിന് ശേഷം ഇയാൾ വീണ്ടും പരിശീലകനായി നിയമിക്കപ്പെട്ടപ്പോൾ തെങ്കാശിയിലെ ഈ പെൺകുട്ടികളുമായി ഇയാൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അന്നും അവിടെ വെച്ച് പലരും പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ നഗ്നമായ ദൃശ്യങ്ങൾ പലതും എടുത്തു. അത് ഓൾ ഇന്ത്യ ക്രിക്കറ്റ് അസോസിയേഷന് ഇത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാണ് എടുത്തത്. പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ആരോപണം വന്നു. അത് ക്രിക്കറ്റ് അസോസിയേഷൻ അറിയുന്നില്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കളും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ലോകത്തൊരിടത്തും ഇല്ല. നേക്കഡായിട്ടുള്ള ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് ഒരിടത്തുമില്ല എന്നൊക്കെ സാമാന്യബോധം പെൺകുട്ടികൾക്കുമുണ്ട്, ക്രിക്കറ്റ് അസോസിയേഷനുണ്ട്, മാതാപിതാക്കൾക്കൊക്കെ ഉണ്ട്. എന്നിട്ടും ഇങ്ങനെയൊരു ചിത്രീകരണം നടത്തിയ വ്യക്തിയാണ് മനു എന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മനസ്സിലായിട്ടില്ല. തെങ്കാശിയിൽ പോയി വന്നപ്പം പലർക്കും ആ പീഡനത്തിൻ്റെ കഥ പുറത്ത് പറയേണ്ടി വന്നു. അങ്ങനെ ഇപ്പം കുറേ കേസുകൾ ഇയാളുടെ പേരിൽ എഴുതി പോലീസ് എടുത്തു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. 2024 ഏപ്രിൽ കുട്ടികൾ പരാതിപ്പെടാൻ തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ലീവ് എടുത്ത് ഇയാൾ പരിശീലനം മതിയാക്കി ബാംഗ്ലൂരിൽ പോയി അവിടെ ഒരു ജോലി റെഡിയായി എന്നുള്ള രീതിയിലാണ് ഇയാളിവിടെ അറിയിച്ചിട്ടുള്ളത്. 2022 ഇയാൾക്കെതിരായിട്ട് ഒരു പെൺകുട്ടി ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടപ്പം അതിന് ഇയാൾ ജാമ്യത്തിൽ പോയി ആ കേസ് വിട്ടുപോയെങ്കിലും ആ പരിശീലനെ പിന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം KCA പ്രസിഡന്റ് ജയേഷ് ജോർജിനും അതുപോലെ തന്നെ സെക്രട്ടറി വിനോദ് കുമാറിനും ഉണ്ടായിരുന്നു. അവരത് ചെയ്തില്ല. അവരുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണ് ഇപ്പം കൂടുതൽ കുട്ടികൾക്ക് ഇതുപോലെ പീഡനം ഏൽക്കേണ്ടതും KCA വിഷമവൃത്തത്തിലാവുകയും ചെയ്തു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് അതിനകത്ത് കാതലായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ KCA ഭാരവാഹികളെ പോലീസിന് മൊഴി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്.
KCA ഭാരവാഹികളുടെ പേരിൽ ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കീഴിലുള്ള ഒരു പരിശീലകൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് മിസ്കോണ്ട് ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കേരള ക്രിക്കറ്റ് അസോസിയേഷനുണ്ട്. അവർ ആ സ്ഥാനം അലങ്കരിക്കുന്നെങ്കിലും അത് അവരുടെ ഗമയ്ക്കോ അവരുടെ ഫേമസ് ആകാനോ ഒക്കെ വേണ്ടി ആയിരിക്കാം അവർ ഈ അസോസിയേഷനിലെ ഭാരവാഹിത്വം ഏറ്റെടുത്തി. പക്ഷേ കുട്ടികൾ പരിശീലനത്തിന് പോകുന്നെങ്കിൽ അതിനൊരു ചിട്ട വേണം, ഡിസിപ്ലിൻ വേണം. പരിശീലിപ്പിക്കുന്ന ആൾ കുട്ടികളുടെ എങ്ങനെ പെരുമാറുന്നുള്ള കാര്യത്തെപ്പറ്റിയും നല്ല ജ്ഞാനം അവർക്കുണ്ടാകണം. അത് വാച്ച് ചെയ്യണം, രഹസ്യമായിട്ടും പരസ്യമായിട്ടും വാച്ച് ചെയ്യണം. അതൊന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആൾക്കാർ ചെയ്യാറില്ല. 2022 മുതൽ മനുവിനെതിരായിട്ട് വ്യാപകമായ പരാതികളുണ്ട്. അപ്പോൾ അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവർ കണ്ടില്ല, അതേപ്പറ്റി അവർ ബോധവാന്മാരായിരുന്നില്ല. അങ്ങനെ പരാതി വരുന്നതിന് മുമ്പ് അത് തടയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവരൊരു ആഭ്യന്തര അന്വേഷണം ഇയാളുടെ പേരിൽ നടത്തുന്നുമുണ്ട്. അത് എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ 24 അയാൾ ഇവിടുന്ന് മുങ്ങിയെന്നേ പറയാനൊക്കുള്ളൂ. അതിനുശേഷമാണ് പോലീസ് അയാളെ വിളിച്ചുകൊണ്ടെന്ന് അറസ്റ്റ് ചെയ്തത്. പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ചില CCTV ദൃശ്യങ്ങളും മറ്റ് ചില കാര്യങ്ങളും പോലീസിനെ ആ കുട്ടികളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കുട്ടികൾ വീട്ടിൽ വന്ന് പലപ്പോഴും പറയില്ല, പേടിച്ചിട്ട്, സാറിനെ പേടിച്ചിട്ട്. രണ്ടാമത് അവരുടെ പരിശീലനം നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് കുട്ടികളെ പീഡിപ്പിച്ചത് നമുക്കറിയില്ല. എങ്കിലും കുറേയൊക്കെ വെളിയിൽ വരുന്നതുകൊണ്ട് 6-7 കേസെടുക്കേണ്ട സാഹചര്യം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ആ മനു എന്ന് പറഞ്ഞ ആൾ കുറ്റക്കാരനാണ് എന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത്. ഇപ്പോഴും പെൺകുട്ടികളുടെ അമ്മമാർ ഹൈക്കോടതിയിൽ പോയി ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണം, ഒരു ADGP ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വേണം അന്വേഷിക്കാൻ എന്ന് അവർ പരാതിപ്പെട്ടിരിക്കുകയാണ്. ലൈംഗിക അതിക്രമം നടത്തിയത് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർന്ന് മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ആ കേസിന് സാക്ഷികൾ വേണം. ആ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടോ, ആ കുട്ടികളുടെ പേരും ഒന്നും വെളിയിലാകാൻ പാടില്ല. തന്നെയുമല്ല, ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ട് അത് അറിയാതിരിക്കുകയാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇരുന്നു എന്ന് ഒരു ആരോപണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരിലുണ്ടാവും. അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വിവരം അറിഞ്ഞിട്ട് അറിയാതെ ഇരിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ പോലീസ് ഇവരെ തീർച്ചയായിട്ടും പ്രതിയാക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ കുട്ടികളുടെ പരാതികൾ 6 FIR-ഓളം വന്നു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും പോലീസ് കൂലങ്കക്ഷമായി വളരെ റിലയബിളായി അതേപ്പറ്റി അന്വേഷിക്കണം. കുട്ടികളുടെ പരിശീലനത്തിൽ ചിലരോട് പ്രത്യേകത, ചില മമത ഇയാൾ കാണിച്ചെന്നും അവർക്ക് കൂടുതൽ പരിശീലനം കൊടുക്കുമെന്നും മറ്റുള്ളവരെ തഴഞ്ഞു എന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ കുറേ ആരോപണം KCAയുടെ മുമ്പിലും വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് KCAയ്ക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരാരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസിന് റെഫർ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്ന രീതിയിൽ പ്രത്യേകിച്ച് കോച്ചിൻ്റെ ഒപ്പം നിന്ന് മനുവിന് അനുകൂലമായി പോലീസ് മൊഴി കൊടുത്ത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്കറിയാത്ത കാര്യങ്ങൾ ആ കോച്ചിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് വളരെ മണ്ടത്തരമായി പോയി എന്നെനിക്ക് തോന്നി. കാരണം രണ്ടുപേരും ഈ വിവരം അറിഞ്ഞിട്ടും അത് പോലീസിൽ അറിയിക്കാതെ ഇരിക്കുകയും രണ്ടാമത് ആ കോച്ചിനെ ഒപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും തീർച്ചയായിട്ടും ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ പുതിയ നിയമം അനുസരിച്ചും കുറ്റക്കാരായിട്ട് വരും. അതുകൊണ്ട് പരിശീലകർ വളരെ ശ്രദ്ധിക്കണം. കാരണം ആരോപണം വരും, കൊച്ചുകുട്ടികളാണ്. ഇതുപോലെയുള്ള ചില പരിശീലന സമയത്ത് കുട്ടികളെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് പരിശീലകനും. ആ പരിശീലകൻ മാത്രം കുട്ടിയെ കൊണ്ട് പോകാൻ പാടില്ല, അതിനൊരു മാനേജർ വേണം, അല്ലെങ്കിൽ KCAയുടെ ഒരു ഭാരവാഹിയും കൂടെ പോകണം. അവരറിയാതെ ഇയാൾ ഈ തെങ്കാശിയിൽ പരിശീലനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ അന്ന് സസ്പെൻഡ് ചെയ്യേണ്ട നടപടി എടുക്കണമായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവം വളരെ വിവാദമായിട്ടുണ്ട്. ധാരാളം കുട്ടികൾ
പരാതിപ്പെടാൻ വരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടി ഈ കാര്യത്തിൽ പോലീസ് എടുക്കണം. അത് കൂലങ്കഷമായിട്ട് അന്വേഷിക്കണം. അതുപോലെ തന്നെ പുതിയ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ പരാതിയുടെ പോലും സ്വീകരിച്ച് കേസെടുക്കണം. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഈ പരിശീലനകത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്.